നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സംഖ്യാശാസ്ത്രത്തെയാണ് നമ്മൾ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത്. സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ ജന്മസംഖ്യകളിൽ ജനിച്ചവർക്കുമുള്ള പുതുവർഷ ഫലത്തെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നമുക്ക് ഇന്ന് സംഖ്യാശാസ്ത്രത്തിന്റെ ഈ വർഷത്തെ പ്രത്യേകതയാണ് വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അതിപ്രധാനപ്പെട്ട ഒരു വർഷമാണ് കടന്നു പോകുന്നത്. ചൊവ്വയുടെ മാരകമായിട്ടുള്ള സ്വാധീനമുള്ള വർഷമാണ് 2025 എന്നത്. ഈ 2025 എന്ന വർഷത്തിന്റെ പ്രത്യേകതയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സംഖ്യാശാസ്ത്ര പ്രകാരം 2025 കൂട്ടുമ്പോൾ 2205 എന്ന 4 അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 9 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. 9 എന്ന സംഖ്യ ചൊവ്വയുടെ സംഖ്യയാണ്. 2025 ആകെത്തുക 9 അതുകൊണ്ട് തന്നെ ഈ വർഷം ചൊവ്വയുടെ വർഷമാണ് എന്ന് തന്നെ പറയണം. ചൊവ്വയുടെ അതിപ്രധാനപ്പെട്ട മാരകമായിട്ടുള്ള സ്വാധീനമുള്ള വർഷമാണ്. അതുകൊണ്ട് ആർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, ആർക്കൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും, ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സമ്പൂർണ്ണ പഠന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. 2025 വർഗമൂലം, അതായത് സ്ക്വയർ റൂട്ട് എന്നത് 45 ആണ്. അതായത് 45 × 45 2025 എന്ന് കിട്ടും. 45 × 45 2025. അതും ഒരു അപൂർവ പ്രതിഭാസമാണ്. 45-ലെ 2 സംഖ്യകൾ 4ഉം 5ഉം കൂട്ടുമ്പോഴും നമുക്ക് 9 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. അവിടെയും ചൊവ്വയുടെ അതിപ്രധാനപ്പെട്ട സ്വാധീനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ കാരകത്വ ഫലങ്ങൾ 2025 കൂടിയിരിക്കും. നമുക്ക് 2025 ആർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, ആർക്കൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം പ്രതിപാദിക്കാം. ചൊവ്വയുടെ രാശികളായിട്ടുള്ള മേടം രാശി, മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്കൊക്കെ ഒരുപക്ഷെ ജാതകത്തിൽ അനുകൂല ദശാകാലമാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷം തന്നെയായിരിക്കും. കൂടാതെ വൃശ്ചികം രാശി, വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചും 2025 അതിഗംഭീരമായിട്ടുള്ള വർഷം തന്നെയായിരിക്കും. കൂടാതെ ചിങ്ങക്കൂറുകാർക്കും അവരുടെ രാശിയാധിപനായിട്ടുള്ള സൂര്യന്റെ ബന്ധുഗ്രഹമാണ് ചൊവ്വ. കൂടാതെ 4, 9 ഭാവാധിപനാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2025. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. കൂടാതെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചും ചൊവ്വ 5ാം ഭാവാധിപനും ഭാഗ്യാധിപനുമാണ്. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിലും തൊഴിലിലും ഭാഗ്യത്തിലും ഒക്കെ വർധനം ഉണ്ടാകുന്നതാണ്. മേടക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും പൊതുവെ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്ന വർഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ മീനക്കൂറുകാർക്ക് 2ാം ഭാവാധിപനും ഭാഗ്യാധിപനും കൂടിയാണ്. അതുകൊണ്ട് അവർക്കും ഭാഗ്യവും ധനവും ഒക്കെ വന്നു ചേരുന്നതാണ്. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ചൊവ്വയുടെ ബന്ധുഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള ധനുക്കൂറുകാരെ സംബന്ധിച്ചും ചില കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ്. എന്നാൽ ചില നഷ്ടങ്ങളും ധനുക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാകാവുന്ന വർഷമാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മറ്റു രാശിക്കാരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ പുതുവർഷം 2025 സംഖ്യാ ജ്യോതിഷ പ്രകാരം അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ ഇപ്പോൾ പറഞ്ഞ മേടം, വൃശ്ചികം, കർക്കിടകം, ചിങ്ങം എന്നീ രാശികളിലൊക്കെ ലഗ്നമായിട്ട് ജനിച്ചവരാണെങ്കിൽ ചിലപ്പോൾ നേട്ടങ്ങൾ അവർക്കും ഉണ്ടായേക്കാം. 2025 ചൊവ്വയുടെ അതിസ്വാധീനമുള്ള വർഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ മാരകമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഈ വർഷം പ്രകടമാകും. അതായത് പൊതുവെ ലോകത്തിൽ തീപിടുത്തം, യുദ്ധം, കേസ്, വഴക്കുകൾ, ആണവായുധ പ്രയോഗങ്ങൾ ഇവയെല്ലാം വർദ്ധിക്കുന്നതാണ്. സ്ഫോടനങ്ങൾ, പ്രളയം, അഗ്നിബാധ എന്നിവയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഇപ്പൊ ലോസ് ആഞ്ചലസിലും മറ്റു പല സ്ഥലങ്ങളിലും നാം ആ വാർത്തകളൊക്കെ ശ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. 2025 ആദ്യ സമയങ്ങളിൽ തന്നെ ഇത് ആരംഭിച്ചു എന്ന് നമുക്ക് വാർത്തകൾ വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്നതാണ്. അത് ചൊവ്വയുടെ ഈ മാരക സ്വാധീനം കൊണ്ട് തന്നെയാണ്, കാരകത്വ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇവയൊക്കെ 2025 അധികരിക്കും. ജാതകത്തിൽ അഗ്നിമാരുത യോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ കാളസർപ്പ ദോഷം പോലെയുള്ള ദോഷയോഗങ്ങളും ഉള്ളവർ 2025 ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കൊക്കെ ചൊവ്വ
ദോഷകാരകനാണ് എങ്കിൽ, അതായത് ഗുണപ്രദമല്ലാത്ത രാശികളിലുള്ളവർക്ക് അവരുടെ ജാതകത്തിൽ അഗ്നിമാരുത യോഗം, കാളസർപ്പ ദോഷം എന്നീ ദോഷങ്ങളും ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് 2025 എന്നുള്ളത്. 2025 ചൊവ്വ ഭരിക്കുന്ന വർഷമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ അതിദേവതയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് 2025ന്റെ ദേവത. ദേവസൈന്യാധിപനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ 2025 എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദോഷങ്ങളുള്ളവർക്ക് ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ചൊവ്വയുടെ അതിവർഷമായിട്ടുള്ള 2025 സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തി ഭൂമിയിലേക്ക് അതിപ്രധാനമായിട്ട് വന്നു ചേരുന്നു എന്നുള്ളതാണ്. സുബ്രഹ്മണ്യന്റെ നിയന്ത്രണത്തിലാണ് 2025 ഭൂലോകം എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജ്ഞാനം, വീര്യം, സത്യം, ധർമ്മം എന്നിവയൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും എന്നും പറയാം. ഇപ്പോൾ തന്നെ സുബ്രഹ്മണ്യ ആരാധനയുടെ പ്രാധാന്യവും മറ്റും ചില സംഘടനകൾ പ്രാധാന്യത്തോടെ എടുത്ത് ഇതിനു മുമ്പ് തന്നെ അത് പ്രയോഗത്തിലേക്കും ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ഉള്ളവരാണെങ്കിൽ ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനുമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ചാനലിൽ നിരവധിയായിട്ടുള്ള സുബ്രഹ്മണ്യ മന്ത്രങ്ങളെ നൽകിയിരുന്നു. ഷടാനനം, കുങ്കുമ, രക്തവർണം, മഹാമതിയും, ദിവ്യ മയൂരവാഹം, രുദ്രസ്യസൂനം, സുരസൈന്യനാഥം, ബ്രഹ്മണ്യദേവം, ശരണം പ്രപദ്യേ എന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രത്തെ നിത്യം നിങ്ങൾ ജപിക്കുക. കൂടാതെ സുബ്രഹ്മണ്യ ഗായത്രി തുടങ്ങി നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ ഞാൻ ചാനലിലൂടെ നൽകിയിരുന്നു. ആ മന്ത്രങ്ങളൊക്കെ കേട്ട് പഠിച്ച് നിത്യജീവിതത്തിന് ഉപയോഗിക്കുക. എല്ലാവരെയും സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിക്കട്ടെ. 2025 ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി വളരെ നല്ലൊരു വർഷമാകാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.